പക്ഷികളുടെ താളം സൂര്യോദയത്തെ സ്വാഗതം ചെയ്യുന്ന ശാന്തിനികേതൻ എന്ന മനോഹരമായ ഗ്രാമത്തിൽ താര എന്ന യുവ അന്വേഷക താമസിച്ചിരുന്നു. അവളുടെ ഹൃദയം പൂവിടുമ്പോൾ കാത്തിരിക്കുന്ന ഒരു പൂന്തോട്ടം പോലെ അഗാധമായ വളർച്ചയുടെ സാധ്യതകൾ കാത്തുസൂക്ഷിച്ചു. ഇത് മനസ്സിലാക്കിയ ബഹുമാന്യനായ സെൻ മാസ്റ്റർ ഗുരു സിദ്ധാർത്ഥ് ലളിതമായ ദൈനംദിന പരിശീലനങ്ങളുടെ കലയെക്കുറിച്ച് കാലാതീതമായ ജ്ഞാനം നൽകാൻ തീരുമാനിച്ചു. കൃതജ്ഞത, മനസാന്നിധ്യം, പോസിറ്റീവ് സ്വയം സംഭാഷണം എന്നിവ തുറക്കുന്നതിനുള്ള താക്കോലുകൾ അവളെ പരിചയപ്പെടുത്തി. ഗ്രാമത്തിൻ്റെ കുളത്തിൻ്റെ പ്രശാന്തതയെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണുകളോടെ ഗുരു സിദ്ധാർത്ഥ് താരയെ പുഷ്പങ്ങളാൽ അലങ്കരിച്ച ശാന്തമായ പൂന്തോട്ടത്തിലേക്ക് ക്ഷണിച്ചു. താര, അദ്ദേഹം പറഞ്ഞു, പൂർണ്ണമായ ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ലളിതമായ ദൈനംദിന പരിശീലനങ്ങളിൽ നിന്നാണ്. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ സംതൃപ്തിയുടെ ഉയർന്ന മരങ്ങളായി വളരുന്ന വിത്തുകളാണ്. തൻ്റെ അസ്തിത്വത്തിൻ്റെ പാത പ്രകാശിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ സമ്പ്രദായങ്ങളുടെ സാരാംശം മനസ്സിലാക്കാൻ താര ഉത്സാഹത്തോടെ ശ്രദ്ധിച്ചു. 1. കൃതജ്ഞത പരിശീലിക്കുക. ഒരു ആൽമരത്തിൻ്റെ തണലിൽ ഗുരു സിദ്ധാർത്ഥ് നന്ദിയുടെ പരിവർത്തന ശക്തിയെക്കുറിച്ച് സംസാരിച്ചു. താര ഓരോ ദിവസവും നന്ദി പ്രകടിപ്പിക്കാൻ നിമിഷങ്ങൾ കണ്ടെത്തുക. അത് സൂര്യപ്രകാശത്തിൻ്റെ കുളിരോ സുഹൃത്തിൻ്റെ ചിരിക്കോ അല്ലെങ്കിൽ ജീവിതത്തെ നിലനിർത്തുന്ന ലളിതമായ ശ്വാസത്തിനോ ആകാം. സന്തോഷം വേരുറപ്പിക്കുന്ന മണ്ണാണ് നന്ദി. എത്ര ചെറുതാണെങ്കിലും അനുഗ്രഹങ്ങൾ അംഗീകരിക്കുന്നത് സന്തോഷത്തിൻ്റെ ഒരു ടേപ്പ് നെയ്തെടുക്കുമെന്ന് മനസ്സിലാക്കി താര തലയാട്ടി. 2. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. അവർ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഗുരു സിദ്ധാർത്ഥ് താരയെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും സാന്നിധ്യം കാണിച്ചു. മനസ്സോടെ മാസ്റ്റർ വിശദീകരിച്ചു, ഇത് നിമിഷത്തിൽ ജീവിക്കുന്ന കലയാണ്. ഇന്നലകളുടെ ഭാരങ്ങളും നാളെയുടെ ആകുലതകളും ഉപേക്ഷിക്കുക. ഇന്നിനെ സ്വീകരിക്കുക, കാരണം അതുമാത്രമാണ് യാഥാർത്ഥ്യം. തുരുമ്പെടുക്കുന്ന ഇലകളും പൂക്കളുടെ സുഗന്ധവും മനസ്സിൽ സൂക്ഷിക്കുന്ന താരയ്ക്ക് വർത്തമാനകാലവുമായി ഒരു പുതിയ ബന്ധം അനുഭവപ്പെട്ടു. 3. പോസിറ്റീവ് സ്വയം സംസാരം. ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരു സിദ്ധാർത്ഥ് പോസിറ്റീവ് സ്വയം സംസാരത്തിൻ്റെ പ്രാധാന്യം അനാവരണം ചെയ്തു. താര, നിങ്ങൾ സ്വയം സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തും. സ്വയം സംശയത്തിന് പകരം സ്ഥിരീകരണങ്ങളും വിമർശനങ്ങളെ പ്രോത്സാഹനവും കൊണ്ട് മാറ്റുക. ജീവിതയാത്രയിൽ നിങ്ങളുടെ സ്വന്തം സഖ്യകക്ഷിയാക്കുക. തന്നോട് ദയ കാണിക്കുക എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട താര കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ആന്തരിക സംഭാഷണത്തിനുള്ള സാധ്യതകൾ സ്വീകരിച്ചു. താര പഠിപ്പിക്കലുകൾ ഉൾക്കൊണ്ടപ്പോൾ ഗുരു സിദ്ധാർത്ഥ് ഉപസംഹരിച്ചു. ഓർക്കുക താര, ഈ ലളിതമായ അനുഷ്ഠാനങ്ങൾ കേവലം ആചാരങ്ങൾ മാത്രമല്ല, യോജിപ്പും സന്തോഷകരവുമായ അസ്തിത്വത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതിനുള്ള താക്കോലുകളാണ്. അവ ആത്മാർത്ഥതയോടെ പരിശീലിക്കുക. അതിൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടെത്തും. ഈ നിമിഷങ്ങളുടെ ലാളിത്യത്തിലാണ് ജീവിതം. താര ഇപ്പോൾ ലളിതമായ ദൈനംദിന പരിശീലനങ്ങളുടെ ജ്ഞാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. കൃതജ്ഞതയാൽ നിറഞ്ഞ ഹൃദയത്തോടെയും മനസാന്ദ്രതയിൽ നങ്കൂരമിട്ട മനസ്സോടെയും ക്രിയാത്മകമായ ആത്മസംഭാഷണത്താൽ ഉയർത്തിയ ആത്മാവോടെയും പൂന്തോട്ടം വിട്ടു. If you love to watch this video, you can like, share and subscribe.